Scope of managerial economics. Managerial economics in the Vyapti. The scope of any subject indicates the area of study or width and depth of a subject. ഏതൊരു സബ്ജക്റ്റിന്റെയും സ്കോപ്പ് എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് ആ സബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഏരിയ മേഖലയാണ്, അതിൻ്റെ വീതിയും അതിൻ്റെ വ്യാപ്തിയുമാണ്. Scope of a subject means the subject matter or the topics to be covered by a subject. അപ്പോൾ സ്കോപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുക ഒരു സബ്ജക്റ്റിന്റെ സബ്ജക്റ്റ് മാറ്റർ ആണ്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലൂടെ കവർ ചെയ്യുന്ന വിഷയങ്ങളാണ്. The scope of managerial economics is very wide. Managerial economics സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമാണ്. It covers all those economic theories which are helpful to find out the solutions to business problems. ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഇക്കണോമിക് തിയറികളെല്ലാം തന്നെ മാനേജറിയൽ ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വൺ ബൈ വൺ ആയി നമുക്ക് നോക്കാം. മാനേജറിയൽ ഇക്കണോമിക്സ് കവർ ചെയ്യുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. Goods are produced to be sold in the market. The volume of production depends upon demand. Therefore, the management analyzes demand and takes decisions on the basis of this analysis. For analyzing demand, the management applies demand theory. The demand theory explains the consumer's behavior. The knowledge of demand theory can also be helpful for forecasting future demand. Demand forecasting is essential for business planning. അപ്പോൾ ഇത് കവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ഡിമാൻഡും അതുപോലെ ഫോർകാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട മേഖലയാണ്. നമുക്കറിയാം, ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് മാർക്കറ്റിൽ വിൽക്കാനായിട്ടാണ്. അപ്പൊ അത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഡിമാൻഡ് കൃത്യമായി അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം, അതിനനുബന്ധികമായ തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പൊ ഡിമാൻഡ് അനലൈസ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഡിമാൻഡ് തിയറി അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഡിമാൻഡ് തിയറിയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് തീരുമാനിക്കുക. അപ്പൊ ഡിമാൻഡ് തിയറിയുമായി ബന്ധപ്പെട്ട അറിവ് എന്ന് പറയുന്നത് ഭാവിയിൽ ഡിമാൻഡ് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്ലാനിങ്ങിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്. ആസ് ഓൾറെഡി സ്റ്റേറ്റഡ്, the resources or means to produce goods are scarce, but they can be put to alternative uses. The limited resources must be utilized in such a way as to obtain maximum output or to minimize total cost. For taking such decisions, theory of production and cost analysis are useful. Theory of production explains the various factors which cause variation in cost. Cost analysis is useful for profit planning, cost control, and also for sound pricing practices. For next മേഖല കോസ്റ്റും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ടുണ്ടാകും. നമുക്കറിയാം, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ആ വിഭവങ്ങളിൽ വിവിധമായ ഉപയോഗങ്ങളുണ്ട് നമ്മൾ കണ്ടു. അപ്പൊ ഈ പരിമിതമായ വിഭവങ്ങളെ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം. പരമാവധി ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പരമാവധി കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വേണം വിനിയോഗിക്കാൻ. അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തിയറി ഓഫ് പ്രൊഡക്ഷനും അതുപോലെ കോസ്റ്റ് അനാലിസിസും നമുക്ക് സഹായിക്കുന്നു, അല്ലെങ്കിൽ മാനേജർ ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ തിയറി ഓഫ് പ്രൊഡക്ഷനെ പൊതുവെ പറയുന്നത് എന്താണ്? കോസ്റ്റ് ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് പറയും. അതുപോലെ കോസ്റ്റ് അനാലിസിസും എന്താണ്? പ്രോഫിറ്റ് പ്ലാനിങ്ങിൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന കോസ്റ്റും പ്രൊഡക്ഷൻ അനാലിസിസും
തീർച്ചയായും മാനേജർ എക്കണോമിക്സിന്റെ വിഷയങ്ങളിൽ വരുന്നതാണ്. മറ്റൊന്ന് പ്രൈസിംഗ് പോളിസീസ്. Once a product is ready for sale, the firm has to fix its price. The price has to be fixed according to the conditions in the market. Pricing is a very important aspect of managerial economics. Firms' revenue earnings largely depend upon its pricing policy. The success or failure of a firm mainly depends on the correct price decisions taken by each. Price theory includes the price determination under different types of market conditions, pricing methods, price forecasting, etc. മറ്റു പ്രധാനപ്പെട്ട മേഖല പ്രൈസിംഗുമായി ബന്ധപ്പെട്ട പോളിസീസ്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിച്ചു, അത് വിൽപ്പനയ്ക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ച് അതിന് വില നിർണ്ണയിക്കണം. അപ്പൊ മാർക്കറ്റിൽ അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം വില നിർണ്ണയിക്കാൻ. കാരണം മാനേജർ എക്കണോമിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വില നിർണ്ണയം എന്ന് പറയുന്നത്. അത് കാരണം എന്താണ്? കാരണം ഒരു ഫേമിന്റെ, ഒരു ബിസിനസ് കൺസേണിന്റെ റവന്യൂ എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഫേമിന്റെ വിജയ പരാജയങ്ങൾ എന്ന് പറയുന്നത് അതെടുക്കുന്ന വില തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് തിയറി എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷനിൽ വ്യത്യസ്ത സാഹചര്യങ്ങളായിക്കോട്ടെ, അതുപോലെ പ്രൈസിംഗ് മെത്തേഡ്സിലും പ്രൈസ് ഫോർകാസ്റ്റിംഗിലും ഒക്കെ എന്താണ്, ഇതൊക്കെ ഉപയോഗപ്രദമാണ്. ഇത് എന്താണ് മാനേജർ എക്കണോമിക്സിന്റെ ഭാഗമാണ്. മറ്റൊന്ന് സ്റ്റഡി ഓഫ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു മാനേജർ എക്കണോമിക്സിൽ. ആഫ്റ്റർ പ്രൈസിംഗ് ദ പ്രൊഡക്റ്റ്, ദ മാനേജർ ഹാസ് ടു ഇൻട്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്. Markets are never constant. They go on changing. The manager should offer the products only in those markets where he will get maximum sales. Therefore, he should have a clear knowledge about the markets. Study of market is one of the important aspects of managerial economics. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജർ ആ ഉൽപ്പന്നത്തെ മാർക്കറ്റിൽ അവതരിപ്പിക്കണം. മാർക്കറ്റ് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, മാറ്റത്തിന് വിധേയമാണ്. അപ്പൊ ഏത് മാർക്കറ്റിലാണ് തന്റെ ഉൽപ്പന്നം ഒരു മാനേജർ അവതരിപ്പിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ പറ്റുന്ന മാർക്കറ്റിൽ വേണം ഒരു മാനേജർ അവന്റെ ഉൽപ്പന്നം അവതരിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ എന്താണ്, മാർക്കറ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അയാൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ മാനേജർ ഇക്കണോമിക്സിൽ മാർക്കറ്റ് പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മറ്റൊന്ന് പ്രോഫിറ്റ് മാനേജ്മെന്റ്. The main motive of a business enterprise is to earn maximum profit. We know that. But profit is always uncertain because future costs and revenues are uncertain. Therefore, profit planning and measurement become very difficult. However, profit theory will guide in the measurement and management of profit to a large extent. നമുക്കറിയാം, മാനേജർ ഇക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന മറ്റു പ്രധാനപ്പെട്ട മേഖലയാണ് പ്രോഫിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് എന്റർപ്രൈസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പരമാവധി ലാഭം നേടുക. പക്ഷേ പ്രോഫിറ്റ് എപ്പോഴും അൺസർട്ടൺ. കാരണം ഭാവിയിലെ ചിലവും വരവും ഒക്കെ അനിശ്ചിതമാണ്. എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതും പ്രോഫിറ്റ് മെഷർമെന്റും വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സംഗതിയാണ്. എന്നാൽ പ്രോഫിറ്റ് തിയറി എന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജറിനെ സംബന്ധിച്ച് ഈ പ്രോഫിറ്റ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് പ്ലാൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, ഒരു പരിധി വരെ പ്രോഫിറ്റ് തിയറി സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തിയറിയുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട തിയറി ബിസിനസ് മാനേജറിനെ സംബന്ധിച്ച് പ്രോഫിറ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു. മറ്റൊന്ന് ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്.
Capital is the foundation of a business. Like all other inputs, capital is also a scarce factor. Hence, it is expensive. Its efficient allocation and management is one of the most important tasks of the managers. The manager has to choose the most profitable investment projects. For this, he has to ascertain the return on capital to be employed. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മൂലധനമാണ്. മറ്റ് ഇൻപുട്സ് പോലെ തന്നെ ക്യാപിറ്റൽ വളരെ സ്കേഴ്സ് ആണ്, അതും വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വളരെ കാര്യക്ഷമമായിട്ടുള്ള വിനിയോഗവും കൈകാര്യം ചെയ്യലും ഒരു ബിസിനസ് സംബന്ധിച്ച് അതിന്റെ നേട്ടത്തിന്, അതിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് വേണം ഒരു മാനേജർ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇതിന് ആ ഒരു ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് സെലക്ട് ചെയ്യാനായിട്ട് അയാളെ സംബന്ധിച്ച് സ്വാഭാവികമായും എന്താണ്, എത്രമാത്രം ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യണം, അതിന്റെ റിട്ടേൺ എത്രമാത്രം ആയിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. മറ്റൊന്ന് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. A firm should always keep an ideal quantity of stock. If the stock is too much, the capital is unnecessarily locked in inventories. At the same time, if the level of inventory is low, production will be interrupted due to non-availability of materials. Hence, a firm always prefers to have an optimum quantity of stock. Therefore, managerial economics will use inventory techniques such as ABC analysis and other inventory models with a view to minimizing the inventory cost. മറ്റൊന്ന് ഇൻവെന്ററി മാനേജ്മെന്റ്. എന്താണ്, ഒരു ഫേമിനെ സംബന്ധിച്ച് എപ്പോഴും എന്താണ്, അവർക്ക് നിശ്ചിത അളവ് സാധനങ്ങൾ ഉണ്ടായിരിക്കണം, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാവണം. ഒരുപാട് സ്റ്റോക്ക് ഒരുപാട് കൂടുതലാണെങ്കിൽ തീർച്ചയായും മൂലധനം അനാവശ്യമായി ഈ പറയുന്ന സാധനങ്ങളിലേക്ക് ലോക്ക് ചെയ്യപ്പെട്ടിരിക്കും. അതേസമയം എന്താണ്, ഇൻവെന്ററി അളവ്, സാധനങ്ങളുടെ മെറ്റീരിയൽസിന്റെ അളവ് കുറവാണെങ്കിൽ പലപ്പോഴും എന്താണ്, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമല്ലാതെ വരാം. അതുകൊണ്ട് ഒരു ഫേമിനെ സംബന്ധിച്ച് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പല ഇൻവെന്ററി ടെക്നിക്സും ABC അനാലിസിസ് പോലെയുള്ള പല ഇൻവെന്ററി ടെക്നിക്സും മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനേജർ ഇക്കണോമിക്സിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലൂടെ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന് ബിസിനസ് സൈക്കിൾസ് ആണ്. ബിസിനസ് സൈക്കിൾസ് affect business decisions. Business cycle refers to regular fluctuations in economic activities in the country. The different phases of business cycles are depression, recovery, prosperity, recession. നമുക്കറിയാം ബിസിനസ് സൈക്കിളിനെ കുറിച്ച് കൂടി മാനേജർ ഇക്കണോമിക്സിന്റെ പഠന ശാഖയിൽ വരുന്നുണ്ട്. കാരണം ബിസിനസിനെ സ്വാധീനിക്കുന്നതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസിന്റെയും തീരുമാനങ്ങളെ സ്വാധീനിക്കും. എന്താ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ഇക്കോണമിയിൽ ഉണ്ടാകുന്ന, ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള, റെഗുലർ ആയിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളാണ്, ഉയർച്ച താഴ്ചകളാണ്. എന്താ പ്രധാനപ്പെട്ട സൈക്കിൾസ്? അതിന്റെ വിവിധ ഫേസസ് ഒക്കെ എന്തൊക്കെയാണ്? ബിസിനസ് സൈക്കിളിന്റെ ഡിപ്രഷൻ ഉണ്ട്, റിക്കവറി, പ്രോസ്പെരിറ്റി, റിസഷൻ, ഇതിന്റെ വിവിധ സ്റ്റേജുകളാണ്, വിവിധ ഫേസുകളാണ്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായി അറിയണം. കാരണം എന്താണ്, ബിസിനസ് സൈക്കിൾസിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ അനുയോജ്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. Strategic planning is now a new addition to the scope of managerial economics with the emergence of MNCs. Managerial economics provides a framework in which the long-term decisions can be made. Such long-term decisions have impact on the behavior of the firm. The firm sets certain long-term goals and objectives. Then it selects the strategies to achieve the same. ഇന്ന് അടുത്ത കാലങ്ങളിൽ MNC മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുവരവോടുകൂടി സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്
മാനേജർ എക്കണോമിക്സിന്റെ സ്കോപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പുതിയ വിഷയമാണ്. ഒരു ലോങ് ടേം ഡിസിഷൻ എടുക്കാനായിട്ട് അനുയോജ്യമായ ഒരു ചട്ടക്കൂട് മാനേജർ എക്കണോമിക്സ് നൽകുന്നുണ്ട്. പദ്ധതിയിലൊരു ലോങ് ടേം ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഫേമിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കും. ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്ക് ലോങ് ടേമിൽ നിരവധിയായ ഗോൾസും ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്ഥാപിക്കപ്പെട്ട നിശ്ചയിച്ച ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള വിവിധ തന്ത്രങ്ങൾ അവർ വിനിയോഗിക്കുമെന്നുള്ളതാണ്. Let us conclude that in managerial economics we include micro and macroeconomic theories. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, മാനേജർ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക് തിയറിയും മാക്രോ എക്കണോമിക് തിയറിയും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ.